ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അമലു ആണെങ്കിൽ വിനായകൻ, അതായത് ഗംഗയുടെ അരികിൽ വന്നിരുന്നിട്ട് അവൻ്റെ ദേഹം മുഴുവനും കയ്യുമ്മലും കഴുത്തിലും എല്ലായിടത്തും എണ്ണ തേച്ച് തൈലം തേച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ സോഫ്റ്റായിട്ട് ഇങ്ങനെ തൈലം തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമലു ചോദിക്കുന്നുണ്ട്, എന്തായി വിനായകേട്ടാ, വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേദന ഉണ്ടെന്ന് മനസ്സിലായി, എന്നിട്ടും വേദനയ്ക്ക് കടിച്ചമർത്തുന്ന ആളാണല്ലേ, ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിളിച്ചേനെ എന്ന് പറയുമ്പോൾ, അയ്യോ നിലവിളിക്കാൻ ശബ്ദമില്ലല്ലോ, അത് ഞാൻ ഓർത്തില്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനത് കാരണം പയ്യെയാണ് ഞാനത് തടവുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഗംഗ മനസ്സിൽ കരുതുകയാണ്, ഈ തടവടി നല്ല സുഖമുണ്ട്, എന്തായാലും ഈ തടവ് എന്തായാലും ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് അങ്ങനെ അവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുകയാണ്. എന്തായാലും ആ സമയത്ത് അവിടേക്ക് വേല് വരികയാണ്. അപ്പോൾ വേല് വരുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമല് പറയുന്നുണ്ട്, കണ്ടൂടെ വിനായകേട്ടൻ്റെ ദേഹത്ത് ഞാൻ തൈലം പുരട്ടുകയാണ് എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ചെയ്യാൻ ഞാനില്ലേ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ ഞാൻ ചെയ്താൽ, അച്ഛൻ പറഞ്ഞിട്ടുള്ളത് വിനായകേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ, അത് സാരില്ല, നീ അങ്ങോട്ട് മാറി നിന്ന് ഞാൻ ചെയ്തോളാം, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വേലുവിനോട് അമലു. അപ്പോൾ വേലുവിനോട് ദേഷ്യമാവുകയാണ് അമലു അവിടെ നിന്നും ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ ആ സമയം അവിടെ വേലു വന്നിരുന്നിട്ട് ഇവനെ ഗംഗയുടെ ദേഹം മുഴുവനും ഒരു സോഫ്റ്റും കൂടാതെ നല്ല അമർത്തി അങ്ങോട്ട് തൈലൊക്കെ ഒഴുകുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗയ്ക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്, മുഖത്ത് നല്ല എക്സ്പ്രഷനൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, അത് സാരില്ല, ഇങ്ങനെയൊക്കെ തടകിയാൽ പെട്ടെന്ന് മരുന്ന് പിടിക്കുകയുള്ളൂ, പെട്ടെന്ന് രോഗം ഭേദമാവുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം, അവൾ എൻ്റെ പെണ്ണാണ്, അവളുടെ മനസ്സ് കീഴടക്കാൻ നോക്കരുത്, അത് വല്ല അവളൊരു പാവം പെൺകുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അതെ, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് വരുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ ചിലപ്പോൾ ചതിയന്മാരായിരിക്കും, അറിയാലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ വന്ന് ഞങ്ങളുടെ ആൾക്കാരെ ചതിച്ചു കഴിഞ്ഞാൽ രണ്ട് കോപമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒന്നാമത് ഇവിടുത്തെ കരിങ്കാളി ദേവിയുടെ കോപവും പിന്നെ ഞങ്ങളുടെ രീതിയിലുള്ള ശിക്ഷയും. നിങ്ങൾക്ക് രണ്ട് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഗംഗ മനസ്സിൽ കരുതുകയാണ്, എടാ നിന്റെ പെണ്ണിനെ ഞാൻ എന്തായാലും നിന്നോടുള്ള ദേഷ്യം ഞാൻ അവളോട് തീർക്കും, അവളെ എന്തായാലും എൻ്റെ സ്വന്തമാക്കിയിരിക്കും എന്ന് അവൻ അങ്ങനെ ഉറച്ച് അവിടെ കിടന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അമല് ദേഷ്യത്തോടു കൂടി ഇവിടെയാണെങ്കിൽ അമലുവിൻ്റെ അച്ഛനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി അവിടേക്ക് വന്നിട്ട്, അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വേലു ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിനായകേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിനെന്താ മോളെ, ഇപ്പോൾ വേലു ചേട്ടൻ വന്നിട്ട് എന്നോട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു, വേലു ചേട്ടൻ്റെ സ്വഭാവം ശരിയല്ല, എന്നെ എപ്പോഴും സംശയത്തിൻ്റെ കണ്ണിലാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ, അവൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനല്ലേ, അത് വിചാരിച്ച് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള സംശയമുള്ള ഒരാളെ എനിക്ക് വേണ്ടട്ട അച്ഛാ, എങ്ങനെയായി കഴിഞ്ഞാൽ ജീവിതം എങ്ങനെ പോകും മുന്നോട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അമലു ആണെങ്കിൽ അച്ഛനോട് അങ്ങനെ തർക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വേലു വരുന്നുണ്ട്. എന്താടാ വേലു ഈ കേൾക്കുന്നത്, നീ എന്തിനാ എൻ്റെ മോളെ എപ്പോഴും ശല്യം ചെയ്യുന്നത്? അപ്പോൾ മാമ അതൊന്നുമല്ല, ഇവർ തമ്മിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് തെറ്റല്ലേ, പുറം നാട്ടിൽ നിന്ന് വന്ന ആളല്ലേ, ആളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, നല്ലതാണോ മോശമാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ, ആൾ പറഞ്ഞറിവല്ലേ നമുക്കല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമല് പറയാണ്, ഇല്ല ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, അദ്ദേഹം ഒരു പാവമാണ്. അപ്പോൾ മൂപ്പനും പറയുന്നുണ്ട്, എടാ അവൻ സംസാരിക്കാൻ കഴിയാത്തവനല്ലേ, അതുകൊണ്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാം, ഇപ്പം ഏകദേശം ശരീരമൊക്കെ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ, എന്തായാലും മാമ ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല, എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നും പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും അവിടെ നിന്ന് അമലു അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ വേലുവിനോട് പറയുന്നുണ്ട്, നീ എൻ്റെ മകളെ സംശയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ച് തരില്ല. അപ്പോൾ അമലുവിൻ്റെ അമ്മ പറയുന്നു, വെറുതെ പറയുന്നതാണ് നിൻ്റെ മാമൻ, നിന്നെ അല്ലാണ്ട് പിന്നെ അവൾക്ക് ആരെ കൊടുക്കാനാണെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമല്ല, ഞാനിപ്പോൾ ശരിയായ രീതിയിൽ തന്നെയാണ് പറയുന്നത്, നീ എൻ്റെ വാക്കുകൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ പുറകെ നടന്ന് അവളെ ശല്യം ചെയ്യരുത്, അവൾ ചെയ്യാനുള്ളതൊക്കെ അവൾ ചെയ്യട്ടെ, ഒരു രോഗി എന്ന രീതിയിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കടമകളുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഇനി നീ അവളെ ശല്യം ചെയ്താൽ, നീ അവളെ സംശയത്തിൻ്റെ നേടം നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ഞാൻ അവളെ കല്യാണം കഴിച്ച് തരില്ല എന്ന് മൂപ്പൻ വേലുവിനോട് തീർത്ത് പറയുമ്പോൾ വേലുവിന് അത് വിഷമാവണം. വേലു എന്തായാലും നേരെ ചെന്നിട്ട്
വീണ്ടും അകത്തേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ അവർ കണ്ണോട് കണ്ണ് നോക്കിയിരുന്നിട്ട് നമ്മുടെ അമലു വീണ്ടും നമ്മുടെ ഗംഗയെ ഇങ്ങനെ തടവി പതുക്കെ പതുക്കെ ശരീരം മുഴുവൻ തടവിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇഷ്ടപ്പെടാതെ വേലു നിൽക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് കാട് ഇറങ്ങി വരുന്നവരല്ല ഇവനെ തീർക്കാൻ പോകുന്നത്. ഇവിടെ ഇവൻ ചതിക്കുകയാണെങ്കിൽ കാട്ടിലുള്ളവർ തന്നെ ഇവന്റെ നെഞ്ചത്ത് അമ്പയും എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിലും നമ്മുടെ കല്യാണിയെയും കിരണിനെയും കാണിക്കുന്നുണ്ട്. കല്യാണിയെ വീണ്ടും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കിരൺ, നീ എന്തായാലും അമ്മയുടെ വിഷമം നിനക്ക് മാറിയില്ല. അത് ഞാൻ മരണമടയുന്നോളം അമ്മയുടെ ഒപ്പം ഞാൻ ചേരുന്നോടം അത്ര എൻ്റെ വിഷമം ഉണ്ടായിരിക്കും. നീ എന്തായാലും കാർത്തികയുടെ വിവാഹത്തോടൊക്കെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും അതിനൊന്നും മനസ്സ് തോന്നുന്നില്ല. കുറച്ച് ദിവസം കഴിയട്ടെ എന്നിങ്ങനെ കല്യാണി മറുപടി പറയുകയാണ്. അപ്പം ശരി എന്നാൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഇവൻ്റെ കാര്യം പറയുന്നുണ്ട്. മനോഹർ വീണ്ടും കത്തയച്ചായിരുന്നു, കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ആ സമയം വേണ്ട കിരണേട്ട, അവൾ അറിയാതെ ഒന്നും ചെയ്യണ്ട. പിന്നെ അറിയാതെ ആരും അറിയില്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സരേൻ്റെ അച്ഛൻ അവിടെ ജയിലിൽ കിടക്കുന്നിടത്തോളം അവൾ സത്യങ്ങൾ അറിയും. അത് പിന്നെ നമ്മളോട് ദേഷ്യം. അത് ശരിയാണ്, നമ്മളുടെ എല്ലാ ഇതിനും സഹായത്തിന് ഇപ്പോൾ ഗംഗയെ പിടികൂടാനായാൽ പോലും അവൾ നമ്മൾക്കൊപ്പം ഉണ്ടായതാണ്. അപ്പോഴും എന്നോട് പറഞ്ഞത് മനോഹറിനെ കൊല്ലാൻ കൂട്ടു നിൽക്കണം, അവനെ കൊല്ലാൻ വേണ്ടി സഹായിക്കണമെന്നാണ്. നമുക്കതിന് പറ്റുമോ കിരണേട്ട എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കല്യാണി. ഇല്ല, ഒരിക്കലും പറ്റില്ല. പിന്നെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാം നമുക്ക്. എന്തായാലും അവൻ്റെ മാറ്റം നല്ലത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഒരു കുഞ്ഞിൻ്റെ ആലോചിച്ച് അവന് അത്രയും നാളും നിന്നതല്ല കൺമണി മോളായിട്ട്. അപ്പം അതുകൊണ്ട് അവൻ്റെ മാറ്റം നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു അന്തേവാസി ഓടി വന്നിട്ട് ജയിൽ സൂപ്രണ്ടിനോട് പറയുന്നുണ്ട്, സാറ് ഓടി വന്നേ എന്ന് പറയും. എന്താടാ, ദേ ആ രാഹുൽ സാറ് മനോഹറിന്റെ തലക്കടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അവന്റെ തലക്കടിച്ചിട്ട് അവന്റെ തലയിൽ നിന്ന് കുറെ ചോര വരുന്നുണ്ട്, വേഗം അങ്ങനെ അപ്പോൾ വേഗം ഓടി ചെല്ലുകയാണ്. അപ്പോഴേക്കും രാഹുലിനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ മനോഹറാണെങ്കിൽ ചോരയിൽ കുളിച്ച് തലയും പൊത്തി അവിടെ നിലത്ത് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലിനെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ പോയ അന്തേവാസിയും പറയുന്നുണ്ട്, സാർ ഇത് എന്തിൻ്റെ കേട, എന്തിനാ അവനെ ഉപദ്രവിച്ചത്, അവന്റെ മാറ്റം നല്ലത് തന്നെയാണ്, അവനിപ്പോൾ ശരിക്കും മാറിയിട്ടുണ്ട്, നീ അവന് വേണ്ടി എന്നോട് സംസാരിക്കേണ്ട എന്നും പറഞ്ഞ് രാഹുൽ അയാളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ സരയു ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജയിൽ സൂപ്രണ്ട് പറയുന്നുണ്ട്, അതെ നോക്കിയേ, നിങ്ങൾ എന്തായാലും ചന്ദ്രസേന സാറിൻ്റെ, അതായത് രാഹുലിൻ്റെ മകളാണ്, ചന്ദ്രസേന സാറിൻ്റെയും മകനെയൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് ഒരു കാര്യം പറയുന്നത്, രാഹുലിനെ കാണിച്ചു തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ മനോഹർ എന്ന് പറയുന്നത്, അവനെ തലക്കടിച്ചിട്ട് അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, നിങ്ങളുടെ അച്ഛനാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ സാരീൻ്റെ മുഖത്ത് പുഞ്ചിരി വിടരുകയാണ്. അപ്പോൾ ആ സമയത്ത് സൂപ്രണ്ട് പറയുന്നുണ്ട്, നോക്കിയടോ ഇവളുടെ മുഖത്ത് പുഞ്ചിരി കണ്ടോ, സന്തോഷം കണ്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ പോലീസ് പറയുകയാണ്, അതെ അവനിപ്പോൾ നല്ല മാറ്റമുണ്ട്, അവനിപ്പോൾ ആദ്യത്തെ പോലെ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു എന്നും പറഞ്ഞ് അവിടെ നിന്നും ചാടി എഴുന്നേറ്റിട്ട് ആ പോലീസിനോട് തർക്കുകയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല, അവൻ അഭിനയിക്കാൻ മിടുക്കനാണ്, അതുപോലെ അഭിനയിച്ചിട്ടാണ് എന്നെ പോലുള്ള പെണ്ണുങ്ങളെയൊക്കെ അവൻ വല വീശി പിടിച്ചിട്ടുള്ളത്. അവനത് കിട്ടേണ്ടത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂപ്രണ്ട് പറയുന്നുണ്ട്, ആഹാ അവളൊരു ശൗര്യം കണ്ട എന്നിങ്ങനെ സൂപ്രണ്ട് ചോദിക്കണം. അതെ അവരോടൊക്കെയുള്ള ബഹുമാനം, അതായത് ചന്ദ്രസേനോടും കിരൺ സാറിനോടൊക്കെയുള്ള ബഹുമാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അയാളെ ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ വേണ്ട. പിന്നെ അയാൾ ചെയ്ത തെറ്റുകൾ, ഈ ജയിലിൽ കിടക്കുന്നവരാരും തെറ്റ് ചെയ്യാത്തവരല്ല, തെറ്റ് ചെയ്തവർ തന്നെയാണ്. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവനിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളായി ശിക്ഷ കൊടുക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ ആ സൂപ്രണ്ട് സരയുവിന് താക്കീത് നൽകിയ പോലെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.